ആൾക്കുരങ്ങുകളുടെ ആദ്യ രൂപങ്ങളിൽ നിന്നും ആസ്ട്രലോപിത്തക്കസും നിയണ്ടർതാലും രാമാപിത്തക്കസും ഒക്കെയായി മാറി. ഒടുവിൽ ക്രൊമാഗ്നനും ഹോമോ ഇറക്ടസും കഴിഞ്ഞ് ഹോമോ സാപ്പിയനിലേക്ക് എത്തിയപ്പോഴും മനുഷ്യൻ ജനിച്ചിരുന്നില്ല. വാലുപോയി നരൻ്റെ രൂപമുണ്ടായിട്ടും വാനരൻ നരനായില്ല എന്ന് സാരം. യഥാർത്ഥ മനുഷ്യൻ, ഈ പ്രപഞ്ചത്തിലെ ആദ്യ മനുഷ്യൻ ജനിച്ചത് സത്യത്തിൽ ഈ രൂപപരിണാമം കൊണ്ടല്ല, ലോകത്തിലെ ആദ്യത്തെ പുസ്തകം എഴുതപ്പെട്ട നിമിഷത്തിലാണ്. മറവിയുടെ കയങ്ങളിലേക്ക് വീഴുന്ന നീലക്കിളികളുണ്ടാകും, ഓർമ്മയുടെ നീലപ്പറവകൾ. അവിടെയാണ് ചിന്തയുടെ വിശുദ്ധിയാൽ വീണ്ടെടുക്കുവാൻ അക്ഷരങ്ങൾ അവതരിക്കുക. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ നിർണായകമായി സ്വാധീനിക്കുവാൻ കഴിയുന്ന ഒന്നോ പലതോ ആയ പുസ്തകങ്ങളുടെ ഓർമ്മപ്പെടലുകൾ, വെളിപ്പെടലുകൾ ഉണ്ടാകും. വായനയുടെ ലോകം തിരിച്ചറിവിൻ്റേതാണ്. അതൊരു പക്ഷേ സമൂഹത്തെയോ നാടിനെയോ ലോകത്തെയോ അറിയുന്ന വിജ്ഞാനത്തിൻ്റേതാകണമെന്നില്ല. സ്വയം തിരിച്ചറിയുവാൻ ഒരുവനെ പ്രേരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഇൻസ്പിറേഷണൽ സ്പീക്കർ ആര് എന്ന് ചോദിച്ചാൽ അത് അച്ചടിക്കപ്പെട്ട ഏതോ ഒരു പുസ്തകമാണ് എന്നാണ് എൻ്റെ പക്ഷം. നാളകളെക്കുറിച്ച് കിനാവു കാണാൻ പഠിപ്പിക്കുന്നത് പുസ്തകങ്ങളാണ്. ഇന്നലകളെക്കുറിച്ച് വീണ്ടും വിചാരം നടത്തുവാൻ ജാഗ്രതയോടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും പുസ്തകങ്ങൾ തന്നെ. ഇന്നിൻ്റെ മൃണ്മയമായ സുരഭംഗികളെക്കുറിച്ച് ആവോളം മധു നുകർന്ന് ഓർമ്മകളിൽ മുഴുകാൻ നമ്മെ അനുവാചക ഹൃദയത്തോടെ ആലങ്കാരികമായി അനുവദിക്കുന്നതും അക്ഷരക്കൂടുകൾ തന്നെ. കേരളത്തിൻ്റെ നിയമസഭയുടെ ചരിത്രം അതീവ ബൃഹത്തായ മഹത്വമാർന്ന നിരവധി കാര്യങ്ങളാൽ സമ്പന്നമാണ്. എന്നാൽ വിശ്വസംസ്കാരത്തിൻ്റെ വേദികളിലേക്ക് കേരള നിയമസഭ അതിൻ്റെ പദപ്പാടുകൾ ഉയർത്തിയ മനോഹരമായ ഒരു പ്രക്രിയയായി നിയമസഭാ അന്തർദേശീയ പുസ്തകോത്സവത്തെ നോക്കിക്കാണുന്ന ഒരു സാധാരണ വായനക്കാരനാണ് ഞാൻ. അടച്ചുവെച്ച പുസ്തകം ഒന്ന് മെല്ലെ തുറന്നു നോക്കൂ. ഇരട്ടവാലൻ പുഴുവൊക്കെ ചിലപ്പോൾ ചില താളുകൾ തിന്നു തീർത്തിട്ടുണ്ടാകാം. എങ്കിലും ആ പുസ്തകം നിങ്ങളുടെ മുഖത്തോട് ഒന്ന് അടുപ്പിച്ചു നോക്കൂ. നിങ്ങൾക്കറിയാൻ കഴിയും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ചില പറവകൾ പൊന്തിപ്പറക്കുന്നത്. നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും നിങ്ങളുടെ ഓർമ്മകളുടെ മച്ചിൽ നിന്ന് പല നിറങ്ങളിലുള്ള ചിത്രശലഭങ്ങൾ പറക്കുന്നത്. വായനയുടെ മുറി ഒരുപാട് പഴകിയതാണ്, ഓർമ്മകൾ പോലെ. 4ാം പതിപ്പാണ് KLIBFന്. കേരള നിയമസഭാ അന്തർദേശീയ പുസ്തകോത്സവം 4 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഈ വേളയിൽ നാടിൻ്റെ നാവായി മാറുന്ന ഈ അക്ഷരോത്സവത്തിന്, അറിവിൻ്റെ ഈ ആശയ കൊട്ടാരത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ പറച്ചിലുകൾ, പങ്കുവയ്ക്കലുകൾ, ഐക്യദാർഢ്യം, സ്നേഹം, പിന്നെ അറ്റം ചെറുതായി മുറിഞ്ഞുപോയ ഏതോ പഴയ പുസ്തകത്തിൻ്റെ താളിൽ പതിപ്പിച്ച ഒരു ചെറിയ വിരൽ സ്പർശം, സ്നേഹം.